നമ്മൾ നേരത്തെ കുറച്ച് മോൺസ്റ്ററിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഒന്ന് ടച്ച് ചെയ്താൽ മതി, നല്ല സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കോളും. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള മോൺസ്റ്റർ ട്രക്കിനെ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താനാണ് കേട്ടോ. കാരണം നമ്മൾ നേരത്തെ കുറച്ച് മോൺസ്റ്റർ ട്രക്കിൻ്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനേക്കാളൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്, ഒരു ഹെവി സാധനമാണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ഏതായാലും വീഡിയോ തീർച്ചയായിട്ടും കാണും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യുക. കാരണം ഇതുപോലുള്ള മോൺസ്റ്റർ ട്രക്കിനൊക്കെ വീഡിയോ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. നിങ്ങൾ സപ്പോർട്ട് കൂടിയാണ് നമ്മുടെ ചാനൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിലിംഗ് നോക്കിയാലോ. അതിന് തന്നെ എൻ്റെ ഫ്രണ്ട് ലുക്കാണ് നോക്കേണ്ടത്. നല്ല ഹെവി ബമ്പറാണ് കൊടുത്തിരിക്കുന്നത്. സാധാ മോൺസ്റ്റർ ട്രക്കിൻ്റെ ബമ്പറിനേക്കാളൊക്കെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ബമ്പർ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നു. പിന്നെ ഫ്രണ്ട് ഗ്ലാസ് വന്നിരിക്കുന്നു, അതിൽ 2 വൈപ്പർ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മീറ്റർ കൺസോളും അതിൻ്റെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഗ്ലാസ്സിനകത്തൂടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ വരുന്നത് പിന്നെ ഒരു സ്റ്റിക്കറാണ്, ക്രേസി ഓഫ് റോഡ് എന്ന് എഴുതിയ സ്റ്റിക്കറും വന്നിരിക്കുന്നു. പിന്നെ താഴേക്ക് ഹെഡ് ലാമ്പ് കൊണ്ടിരിക്കുന്നു, അവിടെ ഒരു എംബ്ലം വന്നിരിക്കുന്നുണ്ട്. പിന്നെ EORO എന്ന ഇംഗ്ലീഷ് ലെറ്ററിൽ ഒരു എംബ്ലം കൊടുത്തിരിക്കുന്നു. അതെന്താണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായില്ല. അറിയാവുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ 2 ഫ്രണ്ട് വീൽസാണ് വന്നിരിക്കുന്നത്. അത് നല്ല റെഡ് കളറുള്ള ഗ്രിപ്പോട് കൂടിയാണ് വീൽസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒറ്റ നോട്ടത്തിൽ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് സൈഡ് നോക്കാം. ആദ്യം തന്നെ 2 പാർട്ടീഷനായിട്ട് തിരിച്ചിരിക്കുന്ന ഡ്രൈവർ ക്യാബിനാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. ഡോറൊന്നും ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല കേട്ടോ. പിന്നെ നല്ല ക്രേസി ഓഫ് റോഡ് നല്ല സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈലൻസർ നല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള ഷേപ്പോട് കൂടിയാണ് സൈലൻസർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഷോക്കും കാര്യങ്ങളൊക്കെ അതെല്ലാം ഡെമോ ആണ്, അതിൻ്റെ സ്പ്രിങ്ങും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിലെയും ഫ്രണ്ടിലെയും വീൽസാണ് കാണുന്നത്. നല്ല ബ്ലാക്ക് കളർ അലോയ്സാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് സൈഡ് ലുക്കുള്ളത്. ഇനി നമുക്ക് ബാക്ക് സൈഡ് എങ്ങനെയാണെന്ന് നോക്കാവേ. ബാക്ക് സൈഡിലോട്ടുള്ള ഫസ്റ്റ് ലുക്ക് പോകുന്നത് ആ സ്റ്റെപ്നി ടയറിലേക്കായിരിക്കും കേട്ടോ. കാരണം അത് ഡിഫറൻ്റ് ആണ് മറ്റുള്ള ടയേഴ്സിൽ നിന്ന്. കാരണം അത് ബ്ലാക്ക് കളറിലാണ് വരുന്നത്, അലോയ്സ് വരുന്നത് റെഡ് കളറിലാണ് കേട്ടോ. പിന്നെ കൊടുത്തിരിക്കുന്നത് EORO എന്നുള്ള ആ ഇംഗ്ലീഷ് ലെറ്റർ, അത് ആ ബോഡി കളറോട് കൂടി തന്നെ കൊടുത്തിരിക്കുന്നു. പിന്നെ വരുന്നത് ബാക്ക് ബമ്പറാണ്, അതിനൊരു ചെറിയ ഹുക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വരുന്നത് ബാക്ക് ടയേഴ്സ് ആണ് കേട്ടോ, അത് സാധാ പോലെ തന്നെ. ഇത്രയുമാണ് ബാക്കിൽ നിന്നുള്ള ഡീറ്റെയിലിങ്. പിന്നെ നെക്സ്റ്റ് സൈഡ് പറയുകയാണെങ്കിൽ അത് സെയിം തന്നെയാണ് കേട്ടോ. മറ്റേ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സെയിം സംഭവം തന്നെയാണ് ഈ സൈഡിലും വന്നിരിക്കുന്നത്. സൈലൻസർ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 4 സൈലൻസറാണ്, 2 വെച്ച് 4 സൈലൻസറാണ് മൊത്തം കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കി എല്ലാം അതുപോലെ തന്നെ, ആ സ്റ്റിക്കറും അതിൻ്റെ ടയേഴ്സും കാര്യങ്ങളും എല്ലാം ഒരേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ, സെയിം അതുപോലെ തന്നെ. ഇനി ടോപ്പ് പോർഷൻ നോക്കുകയാണെങ്കിൽ സ്റ്റെപ്നി ടയർ നമ്മൾ കാണാൻ സാധിക്കുന്നു. പിന്നെ ആ സൈലൻസറിൻ്റെ ആ ഭാഗം കാണാൻ സാധിക്കുന്നു. പിന്നെ വന്നിരിക്കുന്നത് ടോപ്പിലുള്ള ആ റൂഫ് ടെയിലാണ് കേട്ടോ, റൂഫ് ടെയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 4 വീൽസും കാണാൻ സാധിക്കുന്നു. ബാക്കിൽ നിന്നുള്ള ഹുക്ക്, ഫ്രണ്ടിൽ നിന്നുള്ള ബമ്പറും ഇതെല്ലാം കൂടെ നമുക്ക് ടോപ്പിൽ നിന്നുള്ള ആ വ്യൂവിൽ നിന്ന് കാണാൻ സാധിക്കുവേ. ഇനി നമുക്ക് അടിവശം നോക്കുകയാണെങ്കിൽ മെയ്ഡ് ഇൻ ചൈന എന്ന് കൊടുത്തിരിക്കുന്നു. അപ്പം ചൈനക്കാരുടെ പ്രോഡക്റ്റാണ് കേട്ടോ. നല്ല ലുക്ക് തരുന്നൊരു മോൺസ്റ്റർ ട്രക്കാണ് കേട്ടോ. പിന്നെ അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട്. പിന്നെ ടയേഴ്സൊക്കെ നല്ല സ്മൂത്താണേ, ഒത്തിരി സൗണ്ടും ബഹളമൊന്നുമില്ല. അല്ലാത്ത നമ്മൾ ടോയ് കാറിനൊക്കെ വീല് ഇങ്ങനെ കറക്കുമ്പം നല്ല ഹെവി സൗണ്ടൊക്കെ ആയിരിക്കും. പക്ഷേ ഇതിന് നല്ല സ്മൂത്താണ്, ഒന്ന് ടച്ച് ചെയ്താൽ മതി, നല്ല സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കോളും. അപ്പോൾ എങ്ങനെയുണ്ട്, നല്ല സ്മൂത്തല്ലേ സൗണ്ടൊക്കെ. നമുക്കിനി നിങ്ങളൊന്ന് ഓടിച്ച് കാണിക്കാം. പയ്യെ ഒന്ന് ടച്ച് ചെയ്താൽ മതി, നല്ല സ്മൂത്തായിട്ട് വണ്ടി ഓടിക്കോളും. ഇനി ഇവനെ വെച്ച് നമുക്ക് കുറച്ച് ഓഫ് റോഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. കാരണം നാച്ചുറലായിട്ട് തന്നെ കുറച്ച് ഓഫ് റോഡ് ചെയ്യാനുള്ള ഒരു സ്ഥലം അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് ഓലയൊക്കെ കിടപ്പുണ്ടായിരുന്നു, അതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് ഓടിച്ച് നോക്കുകയാണേ. അപ്പം വെറുതെ ഒരു രസം. അപ്പം ഇനി നിങ്ങൾ ആ കാഴ്ച ഒന്ന് കണ്ടിട്ട് കേട്ടോ.
അപ്പോൾ ഗായ്സ്, ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ മോൺസ്റ്റർ ട്രക്കിൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ.